ജീവിതം മാറ്റിയെഴുതാൻ വലിയ മാറ്റങ്ങളല്ല, മറിച്ച് ചെറിയ ശീലങ്ങളാണ് ആവശ്യമെന്ന് പഠിപ്പിക്കുന്ന ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന ലോക പ്രശസ്ത പുസ്തകത്തിന്റെ 1-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. ദിവസവും നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പിന്നീട് വലിയ വിജയത്തിലേക്കോ പരാജയത്തിലേക്കോ നമ്മളെ എത്തിക്കുന്നത്. നിങ്ങൾ ഒരു സാധാരണ തയ്യൽക്കട നടത്തുകയാണെന്ന് കരുതുക. ദിവസവും ഒരൊറ്റ തുണി മാത്രം കൂടുതൽ തയ്ക്കുകയോ അല്ലെങ്കിൽ തയ്യൽ മെഷീൻ കുറച്ചുകൂടി വൃത്തിയായി പരിപാലിക്കുകയോ ചെയ്താൽ ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ ഒരു മാറ്റവും കാണില്ല. എന്നാൽ ഒരു വർഷം കൊണ്ട് ഈ ചെറിയ 1% പുരോഗതി നിങ്ങളുടെ ബിസിനസ്സിനെ വൻ വിജയമാക്കും. തിരിച്ചാണെങ്കിൽ ദിവസവും ഓരോ ചെറിയ മടി കാണിച്ചാൽ അത് ബിസിനസ് തകർച്ചയിലേക്കും നയിക്കും. ഒരു കട്ടൻ ചായയിൽ പഞ്ചസാര ഇടുമ്പോൾ പെട്ടെന്ന് അലിയില്ല. അത് സ്പൂൺ കൊണ്ട് മെല്ലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അത് പൂർണ്ണമായി അലിഞ്ഞ് മധുരം തരും. അതുപോലെയാണ് ശീലങ്ങളും. തുടക്കത്തിൽ ഫലം കണ്ടില്ലെങ്കിലും നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഒരു ഘട്ടത്തിൽ അത് വലിയ വിജയം തരും. നമ്മളിൽ പലരും പുതിയ വർഷം തുടങ്ങുമ്പോഴോ പെട്ടെന്നൊരു തിങ്കളാഴ്ചയോ തീരുമാനിക്കാറുണ്ട്, ഇന്നു മുതൽ ഞാൻ രാവിലെ എഴുന്നേൽക്കും, അല്ലെങ്കിൽ ദിവസവും വ്യായാമം ചെയ്യും. പക്ഷെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം നിലച്ചു പോകുമല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഉത്തരം ലളിതമാണ്. നമ്മൾ എപ്പോഴും എന്ത് നേടണം എന്ന ലക്ഷ്യത്തിലാണ് ശ്രദ്ധിക്കുന്നത്, അല്ലാതെ ആരായി മാറണം എന്ന വ്യക്തിത്വത്തിലല്ല. ഇവിടെ ഈ പുസ്തകത്തിൽ ജെയിംസ് ക്ലിയർ പറയുന്നത് ശീലങ്ങൾ മാറ്റാൻ 3 വഴികളുണ്ടെന്നാണ്. ഒന്നാമത് ഫലം, രണ്ടാമത് പ്രക്രിയ, മൂന്നാമത് സ്വത്വം. ഇതിൽ ഏറ്റവും ശക്തമായത് നമ്മളുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ സ്വത്വം മാറ്റുന്നതാണ്. പ്രവർത്തനങ്ങൾ നിർബന്ധിച്ചു മാറ്റുന്നതിനേക്കാൾ പ്രധാനം സ്വന്തം ചിന്താഗതി മാറ്റുന്നതാണ്. എനിക്ക് ഈ മാസം 3 പുസ്തകം വായിച്ചു തീർക്കണം എന്ന് വിചാരിക്കുന്നതിന് പകരം ഞാൻ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരു വായനക്കാരനാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. നാട്ടിലെ വായനശാലയിൽ ഇരിക്കുമ്പോൾ ഫോണിൽ സമയം കളയാതെ ഒരു പുസ്തകം തുറന്നു പിടിക്കാൻ ആ ചിന്ത നിങ്ങളെ പ്രേരിപ്പിക്കും. തട്ടുകടയിൽ കയറി സ്ട്രോങ് ചായ കുടിക്കുമ്പോൾ ഡയറ്റിന്റെ ഭാഗമായി മധുരം വേണ്ടെന്ന് പറയുന്നതിന് പകരം ഞാൻ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്ന വ്യക്തിയാണ് എന്ന ഐഡന്റിറ്റി മനസ്സിലുറപ്പിക്കൂ. അപ്പോൾ മധുരം വേണ്ടെന്ന് വെക്കുന്നത് ഒരു കഷ്ടപ്പാടായി തോന്നില്ല. മാസം തോറും ചിട്ടിയിലോ സേവിങ്സിലോ പണം മാറ്റിവെക്കുന്നത് ഒരു ബൈക്ക് വാങ്ങാൻ മാത്രമല്ല, ഞാൻ സാമ്പത്തിക അച്ചടക്കമുള്ള ആളാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാകണം. ഓർക്കുക, നിങ്ങളുടെ ശീലങ്ങളാണ് നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കുന്നത്. ആ തിരിച്ചറിവുണ്ടായാൽ ഏതൊരു നല്ല ശീലവും ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇനി പുതിയ ശീലം തുടങ്ങുമ്പോൾ ചിന്തിക്കുക, എനിക്ക് ഏതുതരം വ്യക്തിയായി മാറണമെന്ന്. നമ്മളിൽ ഭൂരിഭാഗം പേരും ജീവിതത്തിൽ നല്ല ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ആവേശം പതുക്കെ കുറഞ്ഞു പോകുന്നത് കാണാം, അല്ലേ? ഇതിന് കാരണം നമ്മൾ ശീലങ്ങൾ രൂപീകരിക്കുന്ന രീതിയിലെ ചില തെറ്റുകളാണ്. ഒരു നല്ല ശീലം എങ്ങനെ ശാശ്വതമായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം എന്ന് 4 ലളിതമായ ഘട്ടങ്ങളിലൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഘട്ടം സൂചന. നമ്മുടെ മനസ്സിൽ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ചിന്ത ആദ്യമായി ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നതോ അനുഭവിക്കുന്നതോ ആയ ചില സൂചനകളാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റയുടൻ ചൂടുള്ള 1 കപ്പ് ചായ കുടിക്കുന്ന ആളാണ് എന്ന് കരുതുക. ഇവിടെ ആ രാവിലത്തെ സമയം അല്ലെങ്കിൽ ചായയുടെ മണമാണ് അടുത്ത പ്രവൃത്തി ചെയ്യാനുള്ള സൂചനയായി മാറുന്നത്. അതുപോലെ ദിവസവും രാവിലെ നടക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റണ്ണിംഗ് ഷൂസ് വീടിന്റെ വാതിലിനടുത്തായി എടുത്തു വെക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ ഷൂസ് കാണുന്നത് നടക്കാൻ പോകാനുള്ള ഒരു ശക്തമായ സൂചനയായി മാറും. രണ്ടാമത്തെ ഘട്ടം ആഗ്രഹം. സൂചന ലഭിച്ചു കഴിഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു വലിയ ആഗ്രഹം മനസ്സിൽ രൂപപ്പെടണം. ആ പ്രവൃത്തി നമുക്ക് സന്തോഷം തരുന്ന ഒന്നാണെങ്കിൽ മാത്രമേ മനസ്സിൽ ആഗ്രഹം ഉണ്ടാകൂ. വൈകുന്നേരങ്ങളിൽ നാട്ടിലെ കവലയിലൂടെ നടക്കുമ്പോൾ തട്ടുകടയിൽ നിന്ന് ചൂട് പൊറോട്ടയുടെയും ചിക്കൻ കറിയുടെയും മണം വരുമ്പോൾ നമുക്കത് കഴിക്കാൻ വലിയ ആഗ്രഹം തോന്നും. കാരണം ആ രുചി നമുക്ക് സന്തോഷം നൽകുന്നു. ഇതുപോലെ ഒരു നല്ല ശീലത്തെയും നമ്മൾ ആകർഷകമാക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് പുസ്തകം വായിക്കുന്ന ശീലം വളർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം ചൂട് കാപ്പിയോടൊപ്പം ഇഷ്ടമുള്ള ഒരു വായനാ കോണിലിരുന്ന് വായിക്കാൻ തുടങ്ങുക.
ഇത് വായനയെ കൂടുതൽ പ്രിയപ്പെട്ടതാക്കും. മൂന്നാമത്തെ ഘട്ടം പ്രതികരണം. ഒരു ശീലം തുടങ്ങാൻ വളരെ എളുപ്പമുള്ളതാണെങ്കിൽ മാത്രമേ നമ്മൾ അത് തുടർച്ചയായി ചെയ്യൂ. പ്രവൃത്തി എത്രത്തോളം ലളിതമാണോ അത്രയും വേഗത്തിൽ അത് നമ്മുടെ ഭാഗമാകും. പരീക്ഷാകാലത്ത് കട്ടികൂടിയ പുസ്തകങ്ങൾ മുഴുവൻ ഒറ്റയടിക്ക് വായിച്ചു തീർക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മടി തോന്നും. എന്നാൽ ദിവസവും 5 പേജ് മാത്രം വായിക്കും എന്ന് തീരുമാനിച്ചു തുടങ്ങുക. അതുപോലെ ജിമ്മിൽ പോയി മണിക്കൂറുകളോളം കഠിനമായി വ്യായാമം ചെയ്യുന്നതിന് പകരം വീടിന്റെ ഉമ്മറത്ത് വെച്ച് ദിവസവും 10 മിനിറ്റ് ലളിതമായ വ്യായാമങ്ങൾ ചെയ്ത് തുടങ്ങുക. കാര്യങ്ങൾ ലളിതമാകുമ്പോൾ മടി താനെ മാറിക്കിട്ടും. നാലാമത്തെ ഘട്ടം പ്രതിഫലം. ഒരു പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോൾ മനസ്സിൽ സന്തോഷവും തൃപ്തിയും തോന്നിയാൽ മാത്രമേ തലച്ചോറ് ആ ശീലത്തെ വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കൂ. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ കടക്കാരൻ ബാക്കി ചില്ലറ തരുമ്പോൾ നമ്മളത് കുടുക്കയിൽ കൊണ്ടിടാറില്ലേ? ആ കുടുക്ക നിറയുമ്പോൾ കിട്ടുന്ന തൃപ്തിയും സന്തോഷവുമാണ് വീണ്ടും വീണ്ടും ചില്ലറ പൈസ കുടുക്കയിലിടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ നമ്മൾ ലക്ഷ്യമിട്ട നല്ല ശീലം തുടർച്ചയായി ഒരാഴ്ച പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു സിനിമ കാണുകയോ പ്രിയപ്പെട്ട ഒരിടം സന്ദർശിക്കുകയോ ചെയ്ത് സ്വയം ഒരു സമ്മാനം നൽകുക. അപ്പോൾ ഓർക്കുക, വലിയ മാറ്റങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകണമെന്നില്ല. ദിവസവും നമ്മൾ വരുത്തുന്ന 1% ചെറിയ മാറ്റങ്ങളാണ് ഭാവിയിൽ വലിയ വിജയങ്ങളായി മാറുന്നത്. സൂചനകൾ വ്യക്തമാക്കുക, ആഗ്രഹങ്ങൾ വളർത്തുക, കാര്യങ്ങൾ ലളിതമാക്കുക, സ്വയം അഭിനന്ദിക്കുക. ചില സമയത്ത് നമ്മൾ പറയാറില്ലേ, എന്തോ ഒരു പന്തുകേട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ എന്തോ ശരിയല്ല എന്ന്. കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും മനസ്സ് നമ്മളോട് വിളിച്ചു പറയുന്ന ആ ഒരു തോന്നൽ, അത് കേവലം ഒരു 6ാം ഇന്ദ്രിയമല്ല. നമ്മുടെ തലച്ചോറ് നമ്മൾ അറിയാതെ ചുറ്റുമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രേരണയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നല്ല തിരക്കുള്ള ഒരു തട്ടുകടയിൽ ചെല്ലുമ്പോൾ ദോശക്കോ കോഴിക്കറിയിലോ ഉപ്പ് കുറഞ്ഞാൽ അവിടത്തെ ചേട്ടൻ അത് രുചിച്ചു നോക്കാതെ തന്നെ പറയും, അയ്യോ അതിലൽപ്പം ഉപ്പ് കുറവുണ്ട് എന്ന്. വർഷങ്ങളായുള്ള പരിചയം കൊണ്ട് ആ പാത്രത്തിൽ നിന്ന് വരുന്ന മണവും പുകയുടെ രീതിയും കണ്ടുതന്നെ അദ്ദേഹത്തിന്റെ തലച്ചോറ് അത് തിരിച്ചറിയുകയാണ്. കേരളത്തിലെ വളവും തിരിവും നിറഞ്ഞ റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു കാൽനട യാത്രക്കാരൻ മുന്നിലേക്ക് ചാടുമ്പോൾ നമ്മൾ ആലോചിച്ചല്ല ബ്രേക്ക് ചവിട്ടുന്നത്. ബ്രേക്ക് എവിടെയാണ്, കാൽ എങ്ങോട്ട് മാറ്റണമെന്ന് ആലോചിക്കാൻ സമയം കിട്ടുന്നതിന് മുന്നേ തന്നെ കാൽ ബ്രേക്കിൽ അമർന്നിട്ടുണ്ടാകും. വൈകുന്നേരം 4 മണിയാകുമ്പോൾ നമ്മൾ ആരും അലാറം വെച്ചിട്ടല്ല ചായ കുടിക്കാൻ പോകുന്നത്. വെയിലിന്റെ ചൂട് കുറയുന്നതും ചുറ്റുമുള്ള അന്തരീക്ഷവും കാണുമ്പോൾ നമ്മുടെ മനസ്സ് പറയും, ഒരു ഗ്ലാസ് ചായ കുടിക്കണമെന്ന്. ഇവിടെയെല്ലാം സംഭവിക്കുന്നത് ഒന്നേയുള്ളൂ, നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കാതെ തന്നെ ചുറ്റുമുള്ള സൂചനകൾ മനസ്സിലാക്കാൻ നമ്മുടെ തലച്ചോറ് പഠിച്ചു കഴിഞ്ഞു എന്ന്. നമുക്ക് ഒരു നല്ല ശീലം തുടങ്ങണമെങ്കിലോ മോശം ശീലം ഒഴിവാക്കണമെങ്കിലോ ആദ്യം നമ്മുടെ നിലവിലുള്ള ശീലങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം. ഇതിനായി ജെയിംസ് ക്ലിയർ നിർദ്ദേശിക്കുന്നത് പോയിന്റിംഗ് ആൻഡ് കോളിംഗ്, അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടി ഉറക്കെ പറയുക എന്ന രീതിയാണ്. ഫോണിൽ ആവശ്യമില്ലാതെ റീൽസ് കണ്ടു സമയം കളയുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഇനി മുതൽ ഫോൺ കയ്യിലെടുക്കുമ്പോൾ ഉറക്കെ പറയുക, ഞാൻ വെറുതെ സമയം കളയാൻ ഫോൺ എടുക്കുകയാണ്. അതുപോലെ ചെറുകടികൾ കഴിക്കാൻ തോന്നുമ്പോൾ ഉറക്കെ പറയുക, എനിക്ക് വിശപ്പില്ല, വെറുതെ മടി കാരണമാണ് ഞാനിത് കഴിക്കുന്നത്. ഇങ്ങനെ ഉറക്കെ പറയുമ്പോൾ നമ്മുടെ ഓട്ടോ പൈലറ്റ് മോഡിലിരിക്കുന്ന തലച്ചോറ് ഉണരുകയും ആ പ്രവൃത്തി ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിക്കാൻ നമുക്ക് അവസരം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ നിങ്ങൾ അറിയാതെ ചെയ്യുന്ന എന്തെങ്കിലും മോശം ശീലങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ഉറക്കെ വിളിച്ചു പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കൂ. നാളെ മുതൽ ഞാൻ ദിവസവും രാവിലെ ജിമ്മിൽ പോകും. ഇനി മുതൽ ഞാൻ എന്നും രാത്രി 2 മണിക്കൂർ പഠിക്കും. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള വലിയ ഉറപ്പുകൾ എടുത്തിട്ടുണ്ടാകും. പക്ഷേ സത്യം പറയാമല്ലോ, 2ാം ദിവസമോ 3ാം ദിവസമോ വരുമ്പോഴേക്കും ഈ ആവേശമൊക്കെ തണുത്തുപോകും. എന്തുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്ന പുതിയ ശീലങ്ങൾ നമുക്ക് നിലനിർത്താൻ കഴിയാത്തത്? നമ്മൾ പലപ്പോഴും തോൽക്കുന്നത് ഉദ്ദേശക്കുറവ് കൊണ്ടല്ല, മറിച്ച് കൃത്യതയില്ലാത്തത് കൊണ്ടാണ്. ഞാൻ നാളെ മുതൽ നടക്കാൻ പോകും എന്ന് പറയുന്നതിന് പകരം നാളെ രാവിലെ 6:30 വീടിനടുത്തുള്ള കവല വരെ ഞാൻ നടക്കാൻ പോകും എന്ന് കൃത്യമായി തീരുമാനിക്കുന്നതാണ്. നമ്മുടെ മനസ്സിന് വഴുതി മാറാൻ അവസരം കൊടുക്കരുത്. ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഫോർമുലയാണ് സമയം പ്ലസ് സ്ഥലം പ്ലസ് പുതിയ ശീലം എന്നത്. ഞാൻ കുറച്ച് പണം സമ്പാദിക്കും എന്നത് പഴയ രീതി.
പുതിയ രീതിയിലാണെങ്കിൽ എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം കിട്ടുമ്പോൾ 500 രൂപ ഞാൻ ബാങ്ക് ആപ്പിലൂടെ തനിയെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഇങ്ങനെ കൃത്യമായി പറയുമ്പോൾ തലച്ചോറിന് കാര്യം വ്യക്തമാകും. പിന്നെ മടിപിടിച്ചിരിക്കാൻ കഴിയില്ല. അടുത്തതാണ് ഏറ്റവും രസകരമായ തന്ത്രം, ഹാബിറ്റ് സ്റ്റാക്കിംഗ്. അതായത് നമ്മൾ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന ഒരു ശീലത്തോടൊപ്പം ഒരു പുതിയ ശീലം കൂട്ടിക്കെട്ടുക. നമ്മൾ മലയാളികൾ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് രാവിലെ എഴുന്നേറ്റ ഉടനെ ചായ കുടിക്കുന്നത്, അല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യാദീപം കത്തിക്കുന്നത്. ഇനി മുതൽ ഈ ശീലങ്ങളെ പുതിയ ശീലത്തിനുള്ള സിഗ്നലാക്കി മാറ്റുക. അതായത് നിലവിലുള്ള ഒരു ശീലം കഴിഞ്ഞാലുടൻ പുതിയ ശീലം. ഉദാഹരണമായി രാവിലെ കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞ ഉടൻ ഞാൻ 5 പേജ് പുസ്തകം വായിക്കും. വൈകുന്നേരം കുളിച്ചു വന്ന് TV ഓൺ ചെയ്യുന്നതിനും തൊട്ടു മുൻപ് ഞാൻ 10 മിനിറ്റ് ധ്യാനിക്കും. രാത്രി അത്താഴം കഴിച്ച ഉടൻ ഞാൻ 100 അടി നടക്കും. ഇവിടെ നമ്മൾ പുതിയൊരു സമയം കണ്ടെത്തേണ്ടി വരുന്നില്ല. നിലവിലുള്ള റൂട്ടീനിലേക്ക് പുതിയൊരു ശീലം കൂടി ചേർത്ത് വെക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇനി നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. ഇന്ന് തന്നെ ഈ ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ശീലം ചെയ്തു തുടങ്ങൂ. ചായ കൂടി കുറയ്ക്കണമെന്ന് വിചാരിച്ചാലും വഴിയിലുടനീളം തട്ടുകടകളും ചായക്കടകളും കാണുമ്പോൾ നമ്മൾ അറിയാതെ കയറി പോകാറില്ലേ? നമ്മളിൽ പലരും വിചാരിക്കുന്നത് പുതിയൊരു ശീലം തുടങ്ങാൻ വലിയ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇച്ഛാശക്തി വേണമെന്നാണ്. എന്നാൽ സത്യം അതല്ല. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടാണ് നമ്മുടെ ഓരോ ശീലങ്ങളെയും നിയന്ത്രിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു കാര്യം തന്നെ എടുക്കാം. ഡൈനിങ് ടേബിളിൽ അപ്പവും കറിയും വിളമ്പി വെക്കുന്ന കൂട്ടത്തിൽ ഒരു പ്ലേറ്റിൽ പഴങ്ങൾ എരിഞ്ഞു വെച്ചാൽ വിശക്കുമ്പോൾ നമ്മൾ അറിയാതെ ആ പഴങ്ങൾ എടുത്ത് കഴിക്കും. എന്നാൽ അതേ പഴങ്ങൾ ഫ്രിഡ്ജിന്റെ ഏറ്റവും അടിയിലത്തെ തട്ടിൽ കവറിലാക്കി വെച്ചാലോ ദിവസങ്ങളോളം അത് അവിടെ തന്നെ കാണും. അവസാനം കേടായി കളയേണ്ടി വരും. ഇവിടെ മാറ്റം വന്നത് നമ്മുടെ മോട്ടിവേഷൻ അല്ല, മറിച്ച് നമ്മുടെ ചുറ്റുപാടിലാണ്. കൺമുൻപിൽ കാണുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് മനസ്സിന് എപ്പോഴും എളുപ്പം. നമുക്ക് ചെയ്യാൻ പറ്റിയ ചില കൊച്ചു മാറ്റങ്ങൾ നോക്കാം. വായന ശീലമാക്കണോ? പുസ്തകം അലമാരിയിൽ പൂട്ടിവെക്കാതെ എന്നും കിടക്കുന്ന കട്ടിലിനടുത്തോ അല്ലെങ്കിൽ ഹാളിലെ ടീപ്പോയിലോ എടുത്തു വെക്കുക. വ്യായാമം മുടങ്ങുന്നുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ട്രാക്ക് സ്യൂട്ടും ഷൂസും കൺമുന്നിൽ കാണുന്ന രീതിയിൽ എടുത്തു വെക്കുക. വെള്ളം കൂടി കൂട്ടണോ? വീടിന്റെയും ഓഫീസിന്റെയും ഏത് മൂലയിൽ തിരിഞ്ഞു നോക്കിയാലും ഒരു വാട്ടർ ബോട്ടിൽ കൺമുൻപിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് സ്വയം ഉപദേശം അടുക്കുന്നതിന് പകരം നിങ്ങളുടെ ചുറ്റുപാടുകളെ ഒന്ന് മാറ്റി പ്രതിഷ്ഠിക്കൂ. നല്ല ശീലങ്ങൾ കൺമുൻപിൽ തെളിഞ്ഞു കാണട്ടെ. ചീത്ത ശീലങ്ങൾ കണ്ണിൽ പെടാതെ ദൂരത്തേക്ക് മാറട്ടെ. ശീലങ്ങൾ മാറ്റാൻ മോട്ടിവേഷനെയല്ല, നിങ്ങളുടെ ചുറ്റുപാടിനെയാണ് മാറ്റേണ്ടത്. ഇന്ന് തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ ആ ചെറിയ മാറ്റം വരുത്തുമല്ലോ. സ്മാർട്ട് ഫോൺ എടുത്ത് മാറ്റിവെച്ച് പഠിക്കാനോ ജോലി ചെയ്യാനോ വിചാരിച്ചാൽ അല്പസമയത്തിനകം വീണ്ടും നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്ന ആളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഡയറ്റിലാണെന്ന് പറഞ്ഞ് വൈകുന്നേരം തട്ടുകടയുടെ മുന്നിലൂടെ പോകുമ്പോൾ ചൂട് സുഖേനും ബജ്ജിയും കണ്ട് നിയന്ത്രണം നഷ്ടപ്പെടാറുണ്ടോ? ആത്മനിയന്ത്രണം എന്നത് ഇച്ഛാശക്തിയുടെ മാത്രം കളിയല്ല, നമ്മുടെ അന്തരീക്ഷത്തിന്റെ കൂടി കളിയാണ്. ഇവിടെ എഴുത്തുകാരൻ 3 പ്രധാന പോയിന്റുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, പ്രലോഭനം കണ്ണിൽ നിന്ന് മാറ്റുക. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ആത്മനിയന്ത്രണം എന്നത് ഒരു വലിയ ഗുണമാണെന്നാണ്. എന്നാൽ സത്യം എന്തെന്നാൽ സ്വയം നിയന്ത്രണം കൂടുതലുള്ള ആളുകൾ പ്രലോഭനങ്ങൾ കുറവുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഉദാഹരണത്തിന്, നമ്മൾ PSCക്കോ അല്ലെങ്കിൽ മറ്റു പരീക്ഷകൾക്കോ പഠിക്കുമ്പോൾ മൊബൈൽ ഫോൺ മുന്നിൽ വെച്ചാൽ പഠനം നടക്കില്ല. അതിനു പകരം ഫോൺ എടുത്ത് മുറിയിൽ കൊണ്ടുവെക്കുകയോ അല്ലെങ്കിൽ സൈലന്റ് ആക്കി അലമാരിയിൽ വെക്കുകയോ ചെയ്യുക. കാണാത്തത് മനസ്സിൽ നിന്ന് മാറും എന്ന തത്വം ഇവിടെ പ്രയോഗിക്കാം. രണ്ടാമത്തെ പോയിന്റ്, അന്തരീക്ഷം മാറ്റിയെടുക്കുക. വൈകുന്നേരം നടക്കാൻ ഇറങ്ങുമ്പോൾ പതിവായി ബേക്കറിയുടെയോ തട്ടുകടയുടെയോ മുന്നിലൂടെ പോയാൽ ജങ്ക് ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹം വരും. ഇവിടെ നമ്മുടെ ഇച്ഛാശക്തിയെ പരീക്ഷിക്കാതെ യാത്ര ചെയ്യുന്ന വഴിയങ്ങ് മാറ്റുക. ബേക്കറി ഇല്ലാത്ത മറ്റൊരു വഴിയിലൂടെ നടക്കാൻ തിരഞ്ഞെടുക്കുക. ദുശീലങ്ങൾക്ക് തുടക്കമിടുന്ന ചോദനകളെ പൂർണ്ണമായും അന്തരീക്ഷത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ് ഇതിന്റെ രഹസ്യം. മൂന്നാമത്തെ പോയിന്റ്, ഇച്ഛാശക്തി ഒരു താൽക്കാലിക പരിഹാരം മാത്രം. ഒരാൾക്ക് 1 തവണയോ 2 തവണയോ മനസ്സിനെ നിയന്ത്രിച്ച് പ്രലോഭനങ്ങളിൽ നിന്ന് പിന്തിരിയാൻ കഴിഞ്ഞേക്കാം.
എന്നാൽ ഓരോ ദിവസവും പ്രലോഭനങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ജീവിച്ചുകൊണ്ട് ആത്മനിയന്ത്രണം പാലിക്കുക എന്നത് അസാധ്യമാണ്. അന്തരീക്ഷത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി ദുശീലങ്ങൾ കണ്ണിൽ പെടാത്ത രീതിയിലാക്കുക എന്നതാണ് ഏറ്റവും ലളിതമായ വഴി. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ നല്ല ശീലങ്ങൾക്ക് തടസ്സമാകുന്ന കാര്യങ്ങളെ നിങ്ങളുടെ കണ്ണിൽ പെടാത്ത ഇടങ്ങളിലേക്ക് മാറ്റിവെക്കൂ. അടുത്ത ഭാഗമാണ് ഒരു ശീലത്തെ എങ്ങനെ കൂടുതൽ ആകർഷകമാക്കാം. ഒരു കപ്പ് ചൂട് ചായ കുടിക്കുമ്പോൾ റീൽസ് സ്ക്രോൾ ചെയ്യാൻ വലിയ ഇഷ്ടമാണല്ലേ? എന്നാൽ അരമണിക്കൂർ പുസ്തകം വായിക്കാനോ എക്സർസൈസ് ചെയ്യാനോ പറയുമ്പോഴോ കളി മാറും. എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ ആവേശത്തോടെ ചെയ്യുന്നതും ചില കാര്യങ്ങൾ മടിയോടെ തള്ളിക്കളയുന്നതും? കാരണം സിമ്പിളാണ്. നമ്മുടെ തലച്ചോറ് ആകർഷകമായ കാര്യങ്ങളിലേക്ക് വേഗത്തിൽ വീഴും. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഒരു മോശം ശീലത്തെ മാറ്റാനല്ല, പകരം നമ്മൾ ചെയ്യാൻ മടിക്കുന്ന നല്ല ശീലങ്ങളെ എങ്ങനെ വളരെ ആകർഷകമാക്കി മാറ്റാം എന്നതിനെ കുറിച്ചാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ മാത്രമല്ല, ആ കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമൈൻ എന്ന ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യാനുള്ള അവസരം നമ്മൾ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യവുമായി കൂട്ടിച്ചേർത്താൽ തലച്ചോറിന് ആ ശീലത്തോടുള്ള മടി മാറും. നിങ്ങൾക്ക് വൈകുന്നേരം നല്ല സുലൈമാനിയോ ചായയോ കുടിക്കുന്നത് വളരെ ഇഷ്ടമാണെന്ന് കരുതുക. എന്നാൽ ദിനവും കറണ്ട് അഫയേഴ്സോ പത്രമോ വായിക്കുന്നത് മടിയുള്ള കാര്യമാണ്. ഇതിനെ കണക്ട് ചെയ്യാം. ഞാൻ ചായ കുടിക്കുന്ന ആ 10 മിനിറ്റിൽ മാത്രം പത്രം വായിക്കും. ഇഷ്ടമുള്ള ചായയുടെ സുഖത്തോടൊപ്പം പത്രവായന എന്ന ശീലവും സ്വയം നടക്കും. എവരിഡേ ഈവനിങ് വാക്കിംഗ് നടത്തണമെന്നുണ്ട്, പക്ഷെ മടിയാണ്. അതേസമയം പുതിയ സിനിമകളുടെ ഓഡിയോ റിവ്യൂ അല്ലെങ്കിൽ പഴയ പാട്ടുകൾ കേൾക്കാൻ വലിയ താല്പര്യവുമാണ്. നിബന്ധന വെക്കുക, ഞാൻ നടക്കാൻ ഇറങ്ങുമ്പോൾ മാത്രമേ എനിക്കിഷ്ടപ്പെട്ട ആ പാട്ടുകൾ കേൾക്കൂ. ഇതോടെ നടക്കാൻ പോവുക എന്നത് മടുപ്പുള്ള കാര്യമായിരിക്കില്ല. ഇവിടെ എഴുത്തുകാരൻ പറയാൻ ശ്രമിക്കുന്ന ഫോർമുലയാണ് എനിക്ക് വേണമെന്ന് തോന്നുന്ന കാര്യം പ്ലസ് ഞാൻ നിർബന്ധമായും ചെയ്യേണ്ട കാര്യം. ലളിതമായി പറഞ്ഞാൽ, ആദ്യം നിർബന്ധമായും ചെയ്യേണ്ട നല്ല ശീലം ചെയ്യുക. അതിനുശേഷമോ അതിനൊപ്പമോ മാത്രം നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യം ചെയ്യുക. കൂട്ടുകെട്ട് ശരിയല്ലെങ്കിൽ അവൻ വഴിതെറ്റിപ്പോകും. ചെറുപ്പത്തിൽ നമ്മൾ എല്ലാവരും വീട്ടിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു സ്ഥിരം വർത്തമാനമാണിത്, അല്ലേ? എന്നാൽ സത്യത്തിൽ ഇതിലൊരു വലിയ ശാസ്ത്രമുണ്ട്. നമ്മൾ എങ്ങനെയുള്ള ആളാവണം എന്ന് തീരുമാനിക്കുന്നതിൽ നമ്മളെക്കാൾ വലിയ പങ്ക് നമ്മളുടെ ചുറ്റുമുള്ളവർക്കുണ്ട്. നമ്മുടെ ശീലങ്ങളെ സൗഹൃദങ്ങൾ എങ്ങനെ മാറ്റുന്നുവെന്നും അത് നമ്മൾക്ക് അനുകൂലമായി എങ്ങനെ ഉപയോഗിക്കാമെന്നും നമുക്ക് നോക്കാം. നമ്മുടെ ശീലങ്ങൾ പ്രധാനമായും 3 തരത്തിലുള്ള ആളുകളെ കണ്ടാണ് രൂപപ്പെടുന്നത്. ഒന്നാമത് നമ്മളോട് ഏറ്റവും അടുത്തുള്ളവർ. നമ്മുടെ കുടുംബവും അടുത്ത കൂട്ടുകാരും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതെ ബോണസായി പഠിച്ചെടുക്കും. വൈകുന്നേരം ചായ കുടിക്കാൻ പോകുമ്പോൾ ദിവസവും കടിയും സ്നാക്സും തിന്നുന്ന സൗഹൃദ കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ ഡയറ്റ് പ്ലാൻ ഒക്കെ വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. എന്നാൽ വൈകുന്നേരം കളിക്കളത്തിലോ ജിമ്മിലോ പോകുന്ന കൂട്ടുകാരോടൊപ്പമാണ് നിങ്ങളെങ്കിൽ വ്യായാമം നിങ്ങളുടെ ശീലമാകും. രണ്ടാമത്തേത് സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകൾ. ചുറ്റുമുള്ളവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ കണ്ടുപഠിക്കുന്ന രീതി. വഴിയിൽ മാലിന്യം വലിച്ചെറിയാൻ പേടിയുള്ള ഒരാൾ റോഡരികിൽ ആളുകൾ നേരത്തെ തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യ കൂമ്പാരം കണ്ടാൽ അവിടെ കൊണ്ടുപോയി സ്വന്തം കവറും ഇടും. നാട്ടുനടപ്പിനെ പിന്തുടരുക എന്നത് മനുഷ്യന്റെ സ്വാഭാവിക ശീലമാണ്. മൂന്നാമത്തേത് നമ്മൾ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന വ്യക്തികൾ. സമൂഹത്തിൽ പദവിയോ അംഗീകാരമോ ഉള്ളവരെ അനുകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ താരമോ സ്പോർട്സ് താരമോ ഒരു പ്രത്യേക രീതിയിൽ വസ്ത്രധാരണം ചെയ്യുമ്പോഴോ സംസാരിക്കുമ്പോഴോ നമ്മളും അത് കോപ്പിയടിക്കാൻ ശ്രമിക്കാറില്ലേ? ഇനി ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാം എന്ന് നോക്കാം. നിങ്ങൾ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ശീലം നിലവിൽ സാധാരണയായി ചെയ്യുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമാവുക. അതായത് പുസ്തകം വായിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ നല്ലൊരു വായനക്കൂട്ടത്തിലോ വായനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാവുക. കോഡിംഗ് അല്ലെങ്കിൽ പുതിയ സ്കിൽ പഠിക്കണോ? അത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ടെലിഗ്രാം അല്ലെങ്കിൽ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക.
അവിടെ ഈ ശീലങ്ങൾ വിചിത്രമായ ഒന്നല്ല, മറിച്ച് സാധാരണമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് എളുപ്പത്തിൽ പിടുത്തം കിട്ടും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ എളുപ്പം ആ ശീലങ്ങളുള്ള ആളുകളുടെ കൂടെ സമയം ചിലവഴിക്കുന്നതാണ്. നമ്മളിൽ പലരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ചില ദുശീലങ്ങൾ നിർത്തണമെന്ന് വിചാരിച്ചാലും നടക്കില്ല എന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ഒരു ശീലത്തിലേക്ക് വീണു പോകുന്നത് അതിന് പിന്നിലെ ശരിയായ ആഗ്രഹം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നാണ് ഇവിടെ പുസ്തകം പറയുന്നത്. അതിന് ഒന്നാമതായി ആഗ്രഹങ്ങളെയും പ്രേരണകളെയും തിരിച്ചറിയുക. വൈകുന്നേരം ഒരു ചായ കുടിക്കുമ്പോൾ 2 പഴംപൊരിയോ ഒരു സമൂസയോ കഴിക്കുന്നത് വിശപ്പുള്ളത് കൊണ്ടല്ല, മറിച്ച് ജോലി കഴിഞ്ഞുള്ള ആ ക്ഷീണത്തിൽ നിന്ന് ചെറിയൊരു ആശ്വാസം വേണം എന്ന് മനസ്സ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫോൺ സ്ക്രോൾ ചെയ്യുന്നത് വാർത്തകൾ അറിയാനല്ല, അന്നത്തെ സ്ട്രെസ് മാറ്റാനുള്ള വഴിയായി മനസ്സ് അതിനെ കാണുന്നത് കൊണ്ടാണ്. രണ്ടാമത്തേത് കാഴ്ചപ്പാട് മാറ്റുക. നമ്മൾ ചിന്തിക്കുന്ന രീതി മാറ്റിയാൽ ശീലങ്ങൾ എളുപ്പത്തിൽ മാറാം. എനിക്ക് രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകേണ്ടി വരുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ ആരോഗ്യവും ഊർജവും കൂട്ടാൻ എനിക്ക് നടക്കാൻ അവസരം ലഭിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. മൂന്നാമത്തേത് നല്ല ശീലങ്ങളെ ആകർഷകമാക്കുക. പഠിക്കാനോ ജോലിക്കോ ഇരിക്കുമ്പോൾ ഒരു കപ്പ് ചായയോ കാപ്പിയോ കൂടെ കരുതുക. അപ്പോൾ ആ ജോലിയെ മനസ്സ് ചായ കുടിക്കുന്ന ആ സന്തോഷവുമായി ബന്ധിപ്പിക്കുകയും ആ നല്ല ശീലം ചെയ്യാൻ കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്യും. കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിച്ച അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിന്റെ ആദ്യത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ഭാഗവുമായി കാണും വരേക്കും എല്ലാവർക്കും ബൈ ബൈ.